ഹേ ഓൾ, ഇന്ന് നമുക്കൊരു ഇളനീർ പുഡിങ്ങിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഇതുണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്, അതേപോലെ ടേസ്റ്റും അടിപൊളിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ചൈന ഗ്രാസ് ചെറുതായി അരിഞ്ഞിടുക. പിന്നെ അത് സോക്കാവാൻ മാത്രമുള്ള ഇളനീർ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 1 മണിക്കൂറൊക്കെ വെച്ചാൽ അത് നന്നായിട്ട് സോക്കായിട്ട് കിട്ടും. ഇനി ഇളനീർ പഴുപ്പ് ഇതേപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് അരിഞ്ഞു വെക്കുക. 2 ഇളനീർ വെച്ചിട്ടാട്ടോ ഞാൻ അതുണ്ടാക്കുന്നത്. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഇളനീർ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 3-4 സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ടാവും. 1 മണിക്കൂറിന് ശേഷം കണ്ടില്ലേ, നന്നായിട്ട് സോക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ വെള്ളത്തിലേക്ക് ചൈന ഗ്രാസിൻ്റെ മിക്സും ചേർത്തിട്ട് നല്ല ഗ്ലാസ് പരുവത്തിലാവുന്നവരെ ഇളക്കി മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിംഗ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് ആ പാത്രത്തിലേക്ക് ഈ മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് ഇളനീർ പൾപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം പുറത്ത് വയ്ക്കാം. ഇനി ഈ പുഡിങ്ങിൻ്റെ ചൂടൊക്കെ വിട്ട് വന്നതിന് ശേഷം നമുക്കത് ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വേണ്ടി വെക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നല്ല ക്രീമി ടെക്സ്ചറിലുള്ള ഒരു മിക്സ് ഒഴിച്ചാൽ ഭയങ്കര ടേസ്റ്റ് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് നല്ല കട്ട തേങ്ങാപ്പാലെടുത്തിട്ട് അതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് അതും ഇതേപോലെ കുറച്ച് സമയം ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വേണ്ടി വയ്ക്കാം. 1-2 മണിക്കൂറിന് ശേഷം ഇതുപോലെ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ക്രീമും കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. കണ്ടില്ലേ, ഇത്ര എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗസ്റ്റ് വരികയാണെങ്കിലോ വീട്ടിലുള്ള ആരെങ്കിലും ഇമ്പ്രസ് ചെയ്യിപ്പിക്കാനോ വേണ്ടിയിട്ട് എന്തായാലും ഇത് ട്രൈ ചെയ്തു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.